എല്ലാ വിദ്യാർത്ഥികളെയും പ്ലസ് വണ്ണിൻ്റെ 15ാമത് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ 2ാമത് വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണാനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനാണ്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. ഈ മീഡിയൻ കാണാൻ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു പുതുമയുള്ള കാര്യമല്ല. എന്നാലും അതെല്ലാം നമുക്കിവിടെ ഒന്നുകൂടി ഒന്ന് ഓർക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീഡിയൻ. 3 ടൈപ്പിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അതിൽ ആദ്യത്തേതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. എന്താണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് നിങ്ങൾക്കറിയാം. കുറേ സംഖ്യകൾ ഇങ്ങനെ കോമയിട്ട് തരും. അതിനെയാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നാൽ ആദ്യം എന്ത് കാണണം? മീഡിയൻ കണ്ടിട്ടേ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീഡിയൻ കാണാൻ പറ്റും. ഓക്കെ, അതിനെന്തൊക്കെ ചെയ്യാമെന്ന് ആദ്യം പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തരുന്ന കുറേ സംഖ്യകളുണ്ടല്ലോ, 2, 7, 5 ഇങ്ങനെ കോമയിട്ട് തരുമല്ലോ. അതിൽ ആ ഒബ്സർവേഷൻസിൻ്റെ എണ്ണത്തിന് നമുക്ക് n എന്നെടുക്കാം. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, അവിടെ പറഞ്ഞത് തന്നെയാണ്. സ്മാൾ n ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എന്നിട്ട് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്താ അസെൻഡിങ് ഓർഡർ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അപ്പോഴാകത്തെ ജോലി എന്താണ്? നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ കുറേ സംഖ്യകൾ കോമയിട്ട് തന്നാൽ ആ സംഖ്യകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സംഖ്യ ഒന്നിലധികം പ്രാവശ്യമുണ്ടെങ്കിൽ അത്രയും പ്രാവശ്യം എഴുതിയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് വരുന്ന മിഡിലിൽ വരുന്ന ഒബ്സർവേഷനാണ് മീഡിയൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മീഡിയൻ കാണാൻ ആ ഒബ്സർവേഷനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് നടുക്ക് വരുന്ന ഒബ്സർവേഷനാണ് അതിൻ്റെ മീഡിയൻ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒബ്സർവേഷൻ്റെ എണ്ണം n ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ n ഓഡ് നമ്പർ ആണെങ്കിൽ അതിന് മിഡിലിൽ ഒരു ഒബ്സർവേഷൻ മാത്രമേ കാണൂ. അത് n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും അതിൻ്റെ മീഡിയനായിട്ട് വരിക. അപ്പോൾ n ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം ഒരെണ്ണമേ കാണൂ. അത് എത്രാമത്തെ ടേമാ? n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും അതിൻ്റെ മീഡിയനായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി n ഈവൻ ആണെങ്കിലോ അതിൻ്റെ മിഡിലിൽ 2 ഒബ്സർവേഷൻസ് കാണും. അത് ഒന്ന് n/2th ആയിരിക്കും, അടുത്തത് n/2 + 1th ആയിരിക്കും. അപ്പോൾ ഈവൻ ആണെങ്കിൽ നമ്മൾ 2 എണ്ണം കാണണം. ഏതൊക്കെ? n/2th കാണണം, n/2 + 1th കാണണം. അപ്പോൾ 2 എണ്ണം കിട്ടത്തില്ലേ? അത് രണ്ടിൻ്റെയും കൂടെ ഇതെടുക്കണം. ഏത്? ആവറേജ്. എങ്ങനെ ആവറേജ് എടുക്കുക? ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും ഓർത്താൽ മതി. മീഡിയൻ കാണാൻ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി പോവുക. ഒബ്സർവേഷൻ്റെ എണ്ണം ഓടാണെങ്കിൽ അതിന് മിഡിലായിട്ട് ഒരു ഒബ്സർവേഷനെ അതിൻ്റെ മിഡിലിൽ കാണും. അതേതാണ്? n+1/2th ആണ്. ഈവൻ ആണെങ്കിൽ മിഡിലിൽ 2 ഒബ്സർവേഷൻ കാണും. അതേതൊക്കെ? n/2th n/2 + 1th അതിൻ്റെ മിഡിലിൽ കാണുക. അതിൻ്റെ ആവറേജാണ് മീഡിയനായിട്ട് എടുക്കേണ്ടത്. നമ്മുടെ മീനിന് x എന്നാണ് കൊടുക്കുന്ന സിമ്പൽ. ഓർമ്മയുണ്ടല്ലോ? മീഡിയന് നമ്മൾ ക്യാപിറ്റൽ M എന്ന സിമ്പലാണ് ഈ പാഠത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ M. ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ മീഡിയൻ കാണുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇനി പറയുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. അതിൻ്റെ സിമ്പലാണ് MDM. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താ പഠിച്ചത്? MDX ബാർ. അത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആകുമ്പോൾ എന്ത് വ്യത്യാസം വരും? X ബാറിൻ്റെ അവിടെ ക്യാപിറ്റൽ M കൊടുത്താൽ മതി. ഫോമുലയിലും ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. σi = 1 to n മോഡുലസ് xi മൈനസ് ക്യാപിറ്റൽ M/n. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഫോമുല എന്തായിരുന്നു? മോഡുലസ് xi മൈനസ് x⁻/n എന്ന. ഇപ്പോൾ x ബാറിൻ്റെ അവിടെ M വന്നു. ആ വ്യത്യാസം മാത്രമേ ഫോമുലയുള്ളൂ, വേറെ യാതൊരു ചേഞ്ചും വന്നില്ല. അവിടെ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എന്താണ്? മീഡിയനാണ്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചർച്ച ചെയ്യാം.
ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ. കുറേ സംഖ്യകൾ ഇങ്ങനെ കോമയിട്ട് തരും. ഇങ്ങനെ കുറേ സംഖ്യകൾ കോമയിട്ട് തരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞേ? ഇങ്ങനെ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നാൽ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്ന് പറഞ്ഞാൽ ചെറുതീന്ന് വലുതിലേക്ക്. ഇതിൽ ഏറ്റവും ചെറുതേതാ? 3. 3 2 പ്രാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യവും നമ്മൾ 3 എഴുതണം. 3 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 4, പിന്നെ 5, പിന്നെ 7. അങ്ങനെ എഴുതി എഴുതി നമ്മൾ എവിടം വരെ എഴുതണം? 21 വരെ. ഇതാണ് ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ. ചെറുതീന്ന് വലുതിലേക്ക് റെപ്പറ്റീഷൻ വന്നാൽ അത് എത്ര പ്രാവശ്യമുണ്ടോ അത്രയും പ്രാവശ്യം എഴുതാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ നടുക്ക് വരുന്നതാണ് മീഡിയൻ. അതറിയാൻ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? 11. 11 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? n+1/2 കണ്ടുപിടിക്കണം. എന്താണ് കാണേണ്ടത്? n+1/2 ആണ് കാണേണ്ടത്. നോക്കാം നമുക്ക്. എന്നിൻ്റെ വാല്യൂ 11 ആണല്ലോ. അപ്പോൾ എന്നിന് ഇവിടെ 11 കൊടുത്താൽ 11 + 1/2. n+1/2 കാണാൻ കാരണം നമ്പർ ഓഫ് ഒബ്സർവേഷൻ 11 ആണ്. 11 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അതുകൊണ്ട് എന്നിന് 11 കൊടുക്കുന്നു. n+1/2. 11 + 1/2. 11 + 1 12. 12/2 6 എന്ന് പറഞ്ഞാൽ 6ാമത് ഒബ്സർവേഷനാണ് ഇതിൻ്റെ എന്ത്? മീഡിയൻ. 6ാമത്തെ ഏതാന്ന് എണ്ണി നോക്കിയതാ. ഇത് മുകളിലെ ക്വസ്റ്റിനകത്തല്ല, അസെൻഡിങ് ഓർഡറിൽ കേട്ടോ. 1 2 3 4 5 6. 6ാമത് കിടക്കുന്ന ഒബ്സർവേഷൻ ഏതാണ്? 9 ആണ്. 9 ആണ് അതിൻ്റെ മീഡിയൻ. മീഡിയൻ നമ്മൾ ക്യാപിറ്റൽ M എന്നാ പറയാമെന്ന് പറഞ്ഞല്ലോ. M = 9. മീഡിയൻ കിട്ടിയല്ലോ. അപ്പോഴെങ്ങനെയാണ് മീഡിയൻ കണ്ടേ? കുറേ റോ ഡേറ്റ തന്നു, അതായത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ നമുക്ക് തന്നു. അതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 11 ആണ്. 11 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അതുകൊണ്ട് n+1/2 കണ്ടു. എന്നിന് 11 കൊടുത്തു. അപ്പോഴും നമുക്ക് 6 കിട്ടി. 6ാമത്തെ ഒബ്സർവേഷനാണ് ഇതിൻ്റെ മീഡിയൻ. 6ാമത്തെ ഒബ്സർവേഷൻ നമ്മൾ എണ്ണിയപ്പോൾ അത് 9 ആണെന്ന് മനസ്സിലായി. Therefore M = 9. ഇനി ഇത് കണക്കൊരു ബോക്സ് വരയ്ക്കുക. 2 കോളം. ഫസ്റ്റ് കോളത്തിൽ xi, സെക്കൻഡ് കോളത്തിൽ മോഡുലസ് xi - m. കഴിഞ്ഞ ദിവസം xi - x ബാർ ആയിരുന്നു. ഇവിടെ x ബാറിൻ്റെ അവിടെ m. ഇനി എന്ത് വേണം? ഈ മോഡുലസ് xi - m എന്ന് പറഞ്ഞാൽ xiയുടെ ആദ്യത്തെ വാല്യൂ എത്ര? 3. എമ്മിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 9. അതായത് ഈ ഓരോ xi വാല്യൂവിൽ നിന്നും 9 കുറയ്ക്കുക, അതിൻ്റെ മോഡുലസ് എടുക്കുക. 3 - 9 -6. മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വരും? 6. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ നല്ലപോലെ പരിചയിച്ചതാണ്. xiയുടെ അടുത്ത വാല്യൂ എത്ര? 3. അപ്പോഴും മോഡുലസ് 3 - 9 6. അങ്ങനെ ഓരോ പ്രാവശ്യവും മോഡുലസ് xi - m കാണും. ഇതാണ് xi വാല്യൂ. m എന്ന് പറയുന്നത് എപ്പോഴും 9 ആയിരിക്കും. ഇതാണ് മോഡുലസ് xi - m കാണുമ്പോൾ നമുക്ക് കിട്ടുക. അതെങ്ങനെ? 3 - 9 മോഡുലസ് എടുക്കണം ഓരോ പ്രാവശ്യവും. 3 - 9 4 - 9 5 - 9 7 - 9 9 - 9 10 - 9 എന്നിട്ട് ഓരോന്നിൻ്റെയും മോഡുലസ് എടുത്തു. ഈ xi എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ ക്വസ്റ്റിനകത്ത് ഇത് കണ്ടില്ലേ? ഇത് ഈ ക്വസ്റ്റിനകത്തുള്ള ഈ അസെൻഡിങ് ഓർഡർ നമ്മൾ വന്നല്ലോ, അത് അതേപോലെ എഴുതിയിരിക്കുന്നുണ്ടോ? ഇത് ഈ അസെൻഡിങ് ഓർഡറിൽ എഴുതിയ സംഖ്യകളാണ്. xiക്ക് പകരം അതേപോലെ നമ്മൾ എഴുതിയിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ നമ്മൾ എടുക്കണം. ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നതെന്നറിയാമല്ലോ? 58. ഈ മോഡുലസ് xi - m കോളത്തിൻ്റെ ടോട്ടലാണ് 58. ഇനി ഫോമുല MDM, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ. ഫോമുല സിഗ്മ i = 1 to n മോഡുലസ് xi - m/n. മോഡുലസ് xi - m സിഗ്മ, അതായത് ടോട്ടൽ അതെത്ര കിട്ടും? 58. എന്നിൻ്റെ വാല്യൂ എത്ര നമ്മൾ പറഞ്ഞു? ഒബ്സർവേഷൻ്റെ എണ്ണമാണ് n. അത് 11 മുകളിലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴതിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ മുകളിൽ 58, താഴെ 11. ആൻസർ 5.27. ഇപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരുമ്പോൾ അതിൽ 2 കോളമായി ക്വസ്റ്റ്യൻ തരും. ഒന്നാമത്തെ കോളത്തിൽ കുറേ ഒബ്സർവേഷൻസ്, രണ്ടാമത്തെ കോളത്തിൽ ഓരോ ഒബ്സർവേഷൻ്റെയും എണ്ണം, അതായത് ഫ്രീക്വൻസി. അങ്ങനെ തരുന്നതിനാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ MDM എന്താ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മീഡിയൻ ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണുന്ന ഫോമുല
സിഗ്മ ഐ ഈസിക്കൽ ടു 1 to n FI മോഡുലസ് XI മൈനസ് M/n. ഇതേ ഫോമുല തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഒരു വ്യത്യാസം മാത്രം, എമ്മിന് പകരം എക്സ് ബാർ ആയിരുന്നേ ഉള്ളൂ. അവിടെ എക്സ് ബാറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫോമുലയ്ക്കകത്ത് വേറെ യാതൊരു മാറ്റവും. ഇവിടെ ക്യാപിറ്റൽ എം എന്താണ്? മീഡിയനാണ്. ക്യാപിറ്റൽ എൻ ടോട്ടൽ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ, അതാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ്റെ ഫോമുല സിഗ്മ ഐ ഈസിക്കൽ ടു 1 to n FI മോഡുലസ് XI മൈനസ് M/n, where M is the median and n is the total frequency. നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതേപോലെ തരും. അണ്ടേ XI FI. ഈ XI എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ് ആണ്. FI എന്ന് പറയുന്നത് ഓരോ ഒബ്സർവേഷൻ്റെയും എണ്ണം, ഫ്രീക്വൻസിയാണ് ഈ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് തന്നിരിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേ കണക്കൊരു ബോക്സ് വരയ്ക്കും. അതിൽ ഫസ്റ്റ് കോളം XI, അതാണ്ട് ഇവിടുന്ന് അതേപോലെ നോക്കി അങ്ങ് താഴോട്ട് എഴുതിയാൽ മതി. അടുത്ത കോളം FI, അതാണ്ട് ഇവിടെ ഉണ്ട്, ക്വസ്റ്റിനകത്തുണ്ട് കേട്ടോ, ഇതേപോലെ താഴോട്ടങ്ങ് എഴുതുക. അപ്പോൾ XIയും FIയും ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മളുടെ മൂന്നാമത്തെ കോളം CF, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നിങ്ങൾ മുൻ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഒന്നുകൂടെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീനിനകത്ത് ഇവിടെ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ എന്തായിരുന്നു? XI FI. അതിന് പകരം ഇവിടെ CF. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോഴെന്താണ് CF? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അത് കാണാൻ ഈ ഫ്രീക്വൻസി, ആദ്യത്തെ ഫ്രീക്വൻസി 3, അത് അതേപോലെ ഇവിടെ എഴുതണം. എന്നിട്ട് ആ 3യുടെ കൂടെ താഴത്തെ ഫ്രീക്വൻസി 4 അല്ലേ? ഈ 3യും 4ഉം കൂടെ ആഡ് ചെയ്താണ് ഇവിടെ എത്ര വരുന്നത്? 7. ആ 7ൻ്റെ കൂടെ താഴത്തെ ഫ്രീക്വൻസി 5 ആഡ് ചെയ്ത് 12. 12 + 2 14. 14 + 4 18. 18 + 5 23. 23 + 4 27. 27 + 3 30. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. ആദ്യം ഈ 3 തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. ആ 3യുടെ കൂടെ തൊട്ട് താഴത്തെ ഫ്രീക്വൻസി 4 ആഡ് ചെയ്താൽ 7 വരും. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് 12. 2 ആഡ് ചെയ്താൽ 14. 14 + 4 18. 18 + 5 23. 23 + 4 27. 27 + 3 30 എന്ന് വന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ ഈ എൻ എന്ന് വെച്ചാൽ എന്താ? ഇത് ഈ ഫ്രീക്വൻസിയുടെ ഈ കോളത്തിൻ്റെ സമ്മാണ്, അത് 30 വരും. നമ്മൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോഴേ എഴുതിയത് ശരിയാണോ എന്നറിയാൻ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇവിടെ ഈ കോളത്തിൻ്റെ സമ്മ് 30 അല്ലേ, അവിടെ തന്നെ ആയിരിക്കുന്നാണ്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അവസാനത്തെ വന്ന് ലാൻഡ് ചെയ്യുന്നു. ഇവിടെ രണ്ട് സെയിം ആയിരിക്കും എപ്പോഴും വരിക. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ എന്നിൻ്റെ വാല്യൂ 30 അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 30 ആണ്. 30 ഒരു ഈവൻ നമ്പർ അല്ലേ? ആണ്. ഈവൻ നമ്പർ ആണ് ഒബ്സർവേഷൻ്റെ എണ്ണം എങ്കിൽ മീഡിയൻ കാണാൻ നമ്മൾ എന്ത് കാണണമെന്നാണ് പഠിച്ചേ? n/2 ആൻഡ് n/2 + 1 അത് കാണണം. എന്തുകൊണ്ടാണ് അത് രണ്ടെണ്ണം കാണേണ്ടി വരുന്നത്? ഈ 30 ഈവൻ നമ്പർ ആയതുകൊണ്ടാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2th ഒബ്സർവേഷൻ എടുത്താൽ മതി. ഈവൻ ആണെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണണം. എന്തൊക്കെയാണ് രണ്ടെണ്ണം കാണുന്നത്? n/2ഉം n/2 + 1ഉം. എന്നിൻ്റെ വാല്യൂ 30, അതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ n എന്ന് പറയും, ക്യാപിറ്റൽ N എന്താണെന്ന് അറിയാമല്ലോ, ഫ്രീക്വൻസിയുടെ സമ്മാണ്. എന്നിൻ്റെ വാല്യൂ 30. അപ്പോൾ n/2 എത്ര ആയിരിക്കും? 30ൻ്റെ പകുതി എത്ര വരും? 15. അപ്പോൾ n/2 + 1ഓ 15ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം, 16. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 30, അത് ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണേണ്ടത്. n/2ഉം കാണണം, n/2 + 1ഉം കാണണം. അപ്പോൾ നമുക്ക് 15ഉം കിട്ടി, 16ഉം കിട്ടി. ഇനി 15ാമത്തെയും 16ാമത്തെയും ഒബ്സർവേഷൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ ആവറേജാണ് മീഡിയനായിട്ട് വരിക. ഇവിടെ n/2ൻ്റെ വാല്യൂ 15 അല്ലേ? ശ്രദ്ധിക്കണേ, ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 15 ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയേ, ഇവിടെ ഫ്രീക്വൻസിയിലല്ല, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയില്ല. 15 ഇല്ലെങ്കിൽ 15നേക്കാൾ വലിയ അടുത്ത സംഖ്യ ഏതാന്ന് നോക്കണം. അത് ഉറപ്പായിട്ടും ഏതാ? 18. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലല്ല, വീണ്ടും പറയുന്നു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ആദ്യത്തെ നമ്പർ 15. ആ 15 ഇവിടെ ഇല്ല. അപ്പോൾ 15നേക്കാൾ വലിയ അടുത്ത സംഖ്യ നോക്കണം. ഏതാ അത്? 18. ആ 18ൻ്റെ ഇങ്ങ് ലെഫ്റ്റിൽ കാണുന്ന XI ഒബ്സർവേഷൻ, ഈ XI വാല്യൂ 13. അതാണ് 15ാമത് ഒബ്സർവേഷൻ. അപ്പോൾ ഒരെണ്ണം കിട്ടിയല്ലോ, ഈ 13. ഇനി അടുത്തത്
16ാമത് ഒബ്സർവേഷൻ ഏതാണെന്നറിയണം. അതിനും നോക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 16 ഉണ്ടോ? ഇല്ല. അപ്പോൾ 16നേക്കാൾ വലിയ അടുത്ത സംഖ്യ ഏതാ? 18. അതിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ഒബ്സർവേഷൻ ഏതാ? 13. അപ്പോൾ ഇതിൻ്റെ 15ാമത് ഒബ്സർവേഷനും 13ആണ്. 16ാമത്തെ ഒബ്സർവേഷനും ഏത് തന്നെയാണ്? 13 തന്നെയാണ്. ഇതെങ്ങനെ കണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ n/2ന് 2 വാല്യൂ കിട്ടി, 15ഉം 16ഉം. അപ്പോൾ 15ാമത്തെയും 16ാമത്തെയും ഒബ്സർവേഷൻസിൻ്റെ ആവറേജാണ് മീഡിയൻ. അപ്പോൾ 15ാമത് ഒബ്സർവേഷൻ കാണാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 15 ഇല്ല. അപ്പോൾ 15നേക്കാൾ വലിയ അടുത്ത സംഖ്യ ഏതാ ഇതിലുള്ളത്? 18. അതിൻ്റെ കറസ്പോണ്ടിങ് ആയ XI വാല്യൂ, അതായത് ഒബ്സർവേഷൻ ഏതാണ്? 13. അപ്പോൾ 15ാമത് ഒബ്സർവേഷൻ 13. അതേപോലെ 16. ഇതിൽ 16 ഇല്ല. 16നേക്കാൾ വലിയ സംഖ്യ 18. അതിൻ്റെ കറസ്പോണ്ടിങ് ഒബ്സർവേഷൻ 13. അപ്പോൾ 15ാമത് ഒബ്സർവേഷനും 16ാമത് ഒബ്സർവേഷനും ഏത് തന്നെയാണ്? 13. അപ്പോൾ മീഡിയൻ കാണാൻ എന്ത് ചെയ്യും? ആ 13ൻ്റെയും കൂടെ ആവറേജ് കാണും. 13 + 13/2 26/2 വീണ്ടും 13 തന്നെ കിട്ടും. അപ്പോൾ മീഡിയൻ നമുക്ക് എത്ര കിട്ടി? 30. ഇനി ഈ മീഡിയൻ കണ്ടതിന് ശേഷമേ നമുക്ക് ഈ 2 കോളങ്ങൾ എഴുതാൻ പറ്റൂ. ഇനി നമ്മൾ ഈ 4th കോളം ഫില്ല് ചെയ്യുന്നു. മോഡുലസ് XI - M. എമ്മിൻ്റെ വാല്യൂ 13 ഓർത്തോണം. XI വാല്യൂവിൽ നിന്ന് M ആയ 13 കുറയ്ക്കും. ആദ്യത്തെ XI വാല്യൂ 3. 3 - 13 -10. മോഡുലസ് എടുക്കുമ്പോൾ 10. 6 - 13 മോഡുലസ് എടുത്താൽ 7. 9 - 13 അതിൻ്റെ മോഡുലസ് 4. 12 - 13 മോഡുലസ് എടുക്കുമ്പോൾ 1. 13 - 13 0. 15 - 13 മോഡുലസ് എടുത്താൽ 2. 21 - 13 മോഡുലസ് എടുക്കുമ്പോൾ 8. 22 - 13 മോഡുലസ് എടുത്താൽ 9. അപ്പോൾ ഈ കോളം കിട്ടി. ഇനി ഇത് FI മോഡുലസ് XI - M എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ കോളങ്ങളാണ് ഗുണിക്കേണ്ടത്? FIയുടെ കോളം, അതായത് ഈ കോളം. എന്നിട്ട് മോഡ് XI - M ഈ കോളം. ഈ 2ാമത്തെയും 4ാമത്തെയും കോളങ്ങൾ തമ്മിൽ ഗുണിച്ച് ഇവിടെ എഴുതണം. നോക്കിയേ, ഈ 3ഉം ഈ 10 കൂടെ ഗുണിച്ചാൽ 30. 4 × 7 28. ഈ 5ഉം ഈ 4ഉം കൂടെ ഗുണിച്ചാൽ 20. 2ഉം 1 കൂടെ ഗുണിക്കുമ്പോൾ 2. 4ഉം 0യും കൂടെ ഗുണിച്ചാൽ 0. 5ഉം 2 കൂടെ ഗുണിച്ചാൽ 10. 4ഉം 8 കൂടെ ഗുണിച്ചാൽ 32. 3ഉം 9 കൂടെ ഗുണിച്ചാൽ 27. ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടലാണ് 149. ഇനി നമുക്ക് ഫോമിൽ എഴുതാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. സിഗ്മ I = 1 to n FI മോഡുലസ് XI - M ബൈ ക്യാപിറ്റൽ N. ഇത് FI മോഡുലസ് XI - M. സിഗ്മ, അതായത് ആ കോളത്തിൻ്റെ സം, അതാണ് ഇതാണ്ട് ഈ കോളം. ഇതിൻ്റെ സമ്മാണ് ഇത് 149. ക്യാപിറ്റൽ N അതിൻ്റെ വാല്യൂ 30. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 149/30 ഡിവൈഡ് ചെയ്യുമ്പോൾ 4.37. ശ്രദ്ധിച്ചിത് എഴുതി പഠിക്കണം. ഇനി നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അതെന്താ നിങ്ങൾക്കറിയാമല്ലോ. ഒബ്സർവേഷനെ ക്ലാസിൻ്റെ ഫോമിൽ തരും. അതായത് ക്ലാസും ഫ്രീക്വൻസിയും തരുന്ന ക്വസ്റ്റ്യൻ്റെ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തരുമ്പോൾ അതിൽ നിന്ന് മീഡിയനായ ക്യാപിറ്റൽ M അത് കാണുന്നൊരു ഫോമുലയുണ്ട്. ഈ ഫോമുല നിങ്ങൾ നന്നായി ബൈഹാർട്ട് ചെയ്യണം. L + n/2 - C / F × H. ഈ ഫോമുല നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. അതായത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതാ ഇത് ഇത്രയും കൂടെ കണ്ടിട്ട് അതാണ് ഏതിനോട് ആഡ് ചെയ്യേണ്ടത്? L. ഇത് ഇത്രയും കാണുക, അത് Lനോട് ആഡ് ചെയ്യുക. ഇതിലെ ഓരോ ലെറ്റേഴ്സും എന്താണെന്ന് കൂടി പറയാം. ആദ്യം നമ്മൾ ഇതിൽ നിന്നൊരു മീഡിയൻ ക്ലാസ് കണ്ടെത്തും. L എന്ന് പറയുന്നത് ആ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ്. മീഡിയൻ ക്ലാസ്സൊക്കെ എങ്ങനെയാണ് കാണുന്നതെന്നൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം നമുക്ക്. മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ് L. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്, മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി. H വിഡ്ത്ത് ഓഫ് ദ മീഡിയൻ ക്ലാസ്, ആ മീഡിയൻ ക്ലാസിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്തിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. C ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്, ആ മീഡിയൻ ക്ലാസ്സിന് മുകളിലൊരു ക്ലാസ് ഉണ്ടാകും, ആ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് C എന്ന് പറയുക. ജസ്റ്റ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ് എന്ന് വെച്ചാൽ മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് C എന്ന് പറയുക. ഈ ഫോമുല നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യണം. M = L + n/2 - C / F × H. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാണുന്ന ഫോമുല പറയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതാ ഡിസ്ക്രീറ്റിൽ.
അതേ ഫോമുല തന്നെ. സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 1 to n FI മോഡുലസ് XI മൈനസ് M ബൈ N. അവിടെ ക്യാപിറ്റൽ M എന്താണ്? മീഡിയൻ. ക്യാപിറ്റൽ N എന്താ? സം ഓഫ് ഫ്രീക്വൻസീസ്. ഫോമുലയ്ക്ക് മാറ്റമൊന്നുമില്ല. ഒരു കാര്യം, മീഡിയൻ കാണാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്കിതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ഇങ്ങനെ തരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ക്ലാസ്സും ഫ്രീക്വൻസിയും തരും. 0, 10, 10, 20, 20, 30, 30, 40, 40, 50, 50, 60, 60, 70. ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ടേബിൾ. ആദ്യം ക്ലാസ്. ക്വസ്റ്റിനകത്തുള്ള ക്ലാസ് അതേപോലെ എഴുതണം കേട്ടോ. ഇനി XI എന്ന് പറയുന്നത് ഈ ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് പോയിൻ്റാണ്. അതെങ്ങനെ കാണുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0, 10, മിഡ് പോയിൻ്റ് എത്ര? 5. 10, 20, മിഡ് പോയിൻ്റ് 15. കൂട്ടി 2 കൊണ്ട് ഭാഗിച്ചാൽ മതി കേട്ടോ. 20, 30, 25, 30, 40, 35, 40, 50, 45, 50, 60, 55. അപ്പോൾ XI എന്ന് പറയുന്നത് ഈ ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് പോയിൻ്റാണ്. അടുത്ത കോളം FI, അതാണ് ക്വസ്റ്റിനകത്തുള്ള ഫ്രീക്വൻസി ഉണ്ടല്ലോ, അത് അതേപോലെ താഴേക്ക് എഴുതണം. 6, 7, 15, 16, 4, 2 ഇത്രയും. അപ്പോൾ XI എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ, FI എന്ന് പറയുന്നത് ഈ ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്ന ഫ്രീക്വൻസി. ഇനി നമ്മൾ അടുത്ത കോളം CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതാണ് 4ാമത്തെ കോളം. ഈ 6 അതേപോലെ എഴുതുക. ഈ 6ൻ്റെ കൂടെ 7 ആഡ് ചെയ്ത് 13, 13 + 15 28, 28 + 16 44, 44 + 4 48, 48 + 2 50. ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ 2 കോളം നമുക്കിപ്പം ഫില്ല് ചെയ്യാൻ പറ്റില്ല, കാരണം മീഡിയൻ കിട്ടിയതിന് ശേഷമേ നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ XI എഴുതി, FI എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി, ഇവിടെ 50 കിട്ടി. ഇനി നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 50. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 50 കിട്ടും. ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി വരുമ്പോൾ ഈ ലാസ്റ്റ് വരുന്നതും ഇത് രണ്ടും എപ്പോഴും സെയിം ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഇനി നമുക്ക് മീഡിയൻ കാണാൻ നോക്കാം. എന്നിൻ്റെ വാല്യൂ 50. അതാണ്ട് N എന്ന് പറയുന്നത് അവിടെ ഉണ്ടല്ലോ, ടോട്ടൽ ഫ്രീക്വൻസി 50 ആണ്. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യം നമ്മൾ N/2 കാണും. എന്നിൻ്റെ പകുതി എത്ര? 50ൻ്റെ പകുതി 25. ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ കോളത്തിൽ 25 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 25നേക്കാൾ വലിയ ഏറ്റവും അതിനകത്ത് കാണുന്ന അടുത്ത നമ്പർ ഏതാ? 25നേക്കാൾ വലിയ ഏറ്റവും അടുത്ത നമ്പർ ഏതാ? 28. കണ്ടില്ലേതാ ഇത്? അപ്പോൾ ഈ ക്യുമുലേറ്റീവ് N 50 ആണ്. N/2 കണ്ടപ്പോൾ 25 കിട്ടി. ആ 25 CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലില്ല. 25 ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ തൊട്ടടുത്ത സംഖ്യ ഏതാ? 28. കണ്ടോ? അതിൻ്റെ ഇടതുവശത്തേക്ക് നോക്കണം. 28 കണ്ടില്ലേ? അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ നമ്മളൊരു ക്ലാസ് കണ്ടില്ലേ? 20, 30. ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ്. 20, 30 ഈസ് ദ മീഡിയൻ ക്ലാസ്. ഇതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ മീഡിയൻ ക്ലാസ് എങ്ങനെ കാണും? എന്നിൻ്റെ വാല്യൂ 50, N/2 25. ആ 25 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 25 ഇല്ല. 25 ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അടുത്ത നമ്പർ എടുക്കണം. അതേതാണ്? 28. അതിൻ്റെ നേർക്ക് ഇടതുവശത്ത് വരുന്ന ക്ലാസ് അതായിരിക്കും അതിൻ്റെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതി തുടങ്ങാം. L എന്താ? മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്. ഇതാണ് മീഡിയൻ ക്ലാസ്. അതിൻ്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 20. ഇത് ലോവർ ലിമിറ്റും ഇത് അപ്പർ ലിമിറ്റും ആണെന്നറിയാമല്ലോ. അപ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ് 20. അടുത്ത C എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. 20, 30 മീഡിയൻ ക്ലാസ്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ് ഏതാ? 10, 20. അതിൻ്റെ നേർക്ക് വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാ? 13. അതാണ് C. കണ്ടോ? C എന്ന് പറയുന്നത് ഈ മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ടു മുന്നിലുള്ള മീഡിയൻ ക്ലാസ് ഇതാണ്. അതിൻ്റെ തൊട്ടു മുന്നിലുള്ള ക്ലാസ് 10, 20. അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് 13. അല്ലാതെ മീഡിയൻ ക്ലാസ്സിൻ്റെ അല്ല, അതിൻ്റെ മുകളിൽ. മീഡിയൻ ക്ലാസ്സിൻ്റെ 28 വരും. അതിൻ്റെ മുകളിലുള്ളതാണ് C ആയിട്ട് എടുക്കേണ്ടത്. C = 13. അടുത്ത F, മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. ഇതാണ് മീഡിയൻ ക്ലാസ്. അതിൻ്റെ ഫ്രീക്വൻസി എത്ര? 15. അപ്പോൾ എഫിൻ്റെ വാല്യൂ 15. H എന്ന് പറഞ്ഞ് ക്ലാസ് ഇൻ്റർവൽ, ക്ലാസ്സിൻ്റെ വിഡ്ത്ത് 20, 30. വിഡ്ത്ത് എത്ര? 10. എങ്ങനെ കിട്ടും? 10 തമ്മിൽ കുറച്ചാൽ മതി. 30ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ 10 കിട്ടും. അങ്ങനെയാണല്ലോ ഒരു ക്ലാസ്സിൻ്റെ വിഡ്ത്ത് നമ്മൾ കാണുക. Hൻ്റെ വാല്യൂ 10. ഇത് 4 എഴുതുന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. L, മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 20,
സി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മീഡിയം ക്ലാസിൻ്റെ ആണോ അല്ല അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് മീഡിയം ക്ലാസിൻ്റെ 28 അതല്ല വേണ്ടത് അതിൻ്റെ തൊട്ട് മുകളിലത്ത് എടുക്കണം 13 അതാണ് സി എഫ് മീഡിയം ക്ലാസിൻ്റെ ഫ്രീക്വൻസി 15 എച്ച് എന്ന് പറയുന്നത് ഈ ക്ലാസിൻ്റെ വിഡ്ത്താണ് 10 ഇനി മീഡിയൻ്റെ ഫോമുല എം ഈസിക്കൽ ടു എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി ബൈ എഫ് ഇൻറ്റു എച്ച് അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എല്ലാം എന്താ ഇവിടെ കിടപ്പുണ്ട് 20 പ്ലസ് എൻ ബൈ 2 എത്ര 25 സിയുടെ വാല്യൂ 13 എഫ് 15 എച്ച് 10 മുകളിലത്തെ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി അപ്പോഴും നമുക്ക് മീഡിയൻ കിട്ടുന്നത് 28 ആണ് ഇത്രയും കണ്ടിട്ട് വേണം 20ൻ്റെ കൂടെ കൂട്ടാൻ കേട്ടോ ഇതെല്ലാം കൂടെ കാണുമ്പോൾ 8 കിട്ടും അത് 20ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 28 എന്ന് വരും ഇത് മീഡിയനെ ആയിട്ടുള്ള അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 28 ഇനി നമുക്ക് ഈ കോളം ഫില്ല് ചെയ്യാം മോഡ് എക്സ് ഐ മൈനസ് എം എമ്മിൻ്റെ വാല്യൂ 28 എക്സ് ഐയിൽ നിന്ന് എം ആയ 28 കുറയ്ക്കണം ഇതാണ് എക്സ് ഐ 5ൽ നിന്ന് 28 കുറയ്ക്കുന്നു മോഡുലസ് എടുക്കുമ്പോൾ 23 15 മൈനസ് 28 മോഡുലസ് എടുത്താൽ 13 25 മൈനസ് 28 മോഡുലസ് എടുക്കുമ്പോൾ 3 35 മൈനസ് 28 മോഡുലസ് എടുത്താൽ 7 45 മൈനസ് 28 മോഡുലസ് എടുത്താൽ 17 55 മൈനസ് 28 മോഡുലസ് എടുക്കുമ്പോൾ 27 അടുത്ത കോളം എഫ് ഐ മോഡുലസ് എക്സ് ഐ മൈനസ് എം എന്ന് പറഞ്ഞാൽ നാട്ടെ ഈ എഫ് ഐയുടെ കോളവും ഈ രണ്ട് കോളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ 6 ഇൻറ്റു 23 138 7 ഇൻറ്റു 13 91 15 ഇൻറ്റു 3 45 16 into 7 112 4 into 17 68 2 into 27 54 എന്നിട്ട് ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ 508 ഈ ടോട്ടലാണ് നമുക്ക് വേണ്ട കാരണം എഫ് ഐ മോഡുലസ് എക്സ് ഐ മൈനസ് എമ്മിൻ്റെ സിഗ്മയാണ് ഫോമിലേക്കകത്ത് വരിക 508 ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിൻ്റെ മീഡിയൻ്റെ ഫോമുല സിഗ്മ ഇ സിക്കൽ ടു 1 to n എഫ് ഐ മോഡുലസ് എക്സ് ഐ മൈനസ് എം ബൈ എൻ അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 508 അപ്പോഴത്തെ കോളത്തിൻ്റെ ടോട്ടൽ ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ 508 ആണ് ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 50 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും 10.16 ഇതിൽ മീഡിയൻ കാണുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ആ ഫോമുലയും ഈ പ്രോബ്ലവും നല്ല കണക്ക് നിങ്ങൾ എഴുതി പഠിക്കണം ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം